ഇങ്ങനെ ഒരു സ്ഥാപനം ഒരു വർഷമായി ഉദ്ഘാടനം ചെയ്ത ഒരു ദിവസം തുറന്നിട്ട് ബാക്കി എല്ലാ ദിവസവും അടച്ചിട്ടിരിക്കുകയാണ്. ഈ 14 മാസവും ആ ജീവനക്കാർക്ക് വെറുതെ ശമ്പളം കൊടുക്കുന്നു. ഇവിടെ 24 മണിക്കൂർ പ്രവർത്തിക്കും എന്ന് മുമ്പ് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. അതിലൊന്നുമല്ല ഞാൻ പരാതി പറയുന്നത്. ഒരു സീറ്റ് എടുത്ത് ഈ 50 വർഷം കഴിഞ്ഞ ഈ ദന്തൽ കോളേജിൽ ഒരു ഫാർമസി ഇല്ല എന്നുള്ളത് ഞാൻ കൗൺസിലറായിരുന്ന സമയത്ത് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറഞ്ഞ വിലയ്ക്ക് ഈ ദന്തൽ കോളേജിൽ വരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള മുതിർന്നവരെ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് ഈ സൗജന്യ നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായോ മരുന്ന് നൽകാനുള്ള ഒരു കാരുണ്യം. ആരോഗ്യ വികസന കുതിപ്പിൽ കേരളം ഒന്നാമത് എന്ന് വിളിച്ചു കൂവുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി സംസ്ഥാനത്തെ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ രംഗങ്ങളൊന്നും കാണുന്നില്ലേ എന്നുള്ളതാണ് സംശയം. എന്നിട്ടാണോ ഈ വിളിച്ചു കൂവുന്നതെന്നൊന്നും അറിയില്ല. തിരുവനന്തപുരം ദന്തൽ വിഭാഗത്തിൽ HDS എന്ന് പറയുന്ന ഒരു ഫാർമസി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിന് മുന്നേ. ഇന്നിപ്പോൾ 1 വർഷവും 3 മാസവും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ അന്ന് എന്നാണോ ഉദ്ഘാടനം നടത്തിയത് അന്ന് മാത്രമാണ് ആ ഫാർമസി തുറന്ന് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ അതിനടുത്തായി തന്നെ ഇവരുടെ തന്നെ പാർട്ടിയുടെ വക്താക്കൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും എനിക്കറിയില്ല. പക്ഷേ അവിടെ അവർ തന്നെ കൊടുത്തിട്ടുള്ളൊരു ക്യാൻറ്റീൻ അത് പക്ഷേ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻറ്റീനാണ് അത്യാവശ്യം, മരുന്ന് അത്യാവശ്യമല്ല എന്നുള്ളതായിരിക്കാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സ്കാനിങ്, MRI സ്കാനിങ് ഒക്കെ പോലെയുള്ളിടത്ത് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനകത്ത് വെച്ച് സ്കാനിങ് റിപ്പോർട്ട് കിട്ടേണ്ടതാണ്. പുറത്ത് കൊടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിനകത്ത് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷേ അതേ സ്കാനിങ് റിപ്പോർട്ട് ഇവിടെ 2 ദിവസമായാലും കിട്ടാറില്ല. പക്ഷേ ഈ സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഓപ്പറേഷൻ ചെയ്ത് രോഗിയുടെ ജീവനാണ് രക്ഷിക്കേണ്ടത്. പക്ഷേ ഈ ഇത് സൈൻ ചെയ്ത് കിട്ടാത്തത് കാരണം, സ്കാനിങ് റിപ്പോർട്ട് സൈൻ ചെയ്ത് കിട്ടാത്തത് കാരണം രോഗികളുടെ ഓപ്പറേഷൻ, അത്യാവശ്യ ഓപ്പറേഷനുകൾ പോലും മുടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഫോണിൻ പരിപാടി, അതായത് ജനങ്ങൾക്കൊപ്പം മുഖ്യമന്ത്രി എന്നുള്ള ഒരു പരിപാടിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മളോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് മുൻ കൗൺസിലർ കൂടിയായ GS ശ്രീകുമാറാണ്. എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കേരളം ആരോഗ്യ വികസന കുതിപ്പിലെന്ന് തന്നെ പറയാം. നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത് അങ്ങനെയാണ്, കുതിപ്പെന്നൊക്കെയാണ് പറയുന്നത്. അതിൽ കേരളം ഒന്നാമതെന്നാണ് പറയുന്നത്. പാവങ്ങളുടെ അഭയകേന്ദ്രമാണ് നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. കാരണം വലിയവരൊന്നും വരത്തില്ല, അറിയാമല്ലോ, നേതാക്കന്മാരെല്ലാം വലിയ ഹോസ്പിറ്റലുകൾക്ക്. അപ്പോൾ സാധാരണക്കാരുടെ ഈ ഹോസ്പിറ്റലിലുള്ള കുറവുകളും നമുക്കറിയാമെന്നുള്ളത് തന്നെ. പക്ഷേ ഇപ്പോൾ അത് വളരെ വലിയ രൂക്ഷമായ രീതിയിലാണ് അത് സാധാരണക്കാരിൽ അലയടിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ കുതിപ്പ് എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞതിൻ്റെ ആ കുതിപ്പാണോ കിതപ്പാണോ കാണുന്നത്? നമ്മുടെ പിന്നിലെ ചിത്രം കണ്ടാൽ മനസ്സിലാവും. കിതപ്പാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡോക്ടർമാർ അടികൊണ്ട് സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. വന്ദന ദാസ് മരണപ്പെട്ടപ്പോൾ എന്തെല്ലാം പ്രഖ്യാപനങ്ങളാണ് സുരക്ഷയെ സംബന്ധിച്ച് ഗവൺമെന്റ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ പാഴ്വാക്കുകളാണ് എന്നുള്ളത് നമുക്കെല്ലാം ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ആരോഗ്യമന്ത്രി പറയുന്നതിൽ നമുക്ക് പലപ്പോഴും നമ്മൾ അത് കാര്യമായി എടുക്കാറില്ല. പക്ഷേ ശൈലജ ടീച്ചറാണ് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു കുറച്ചുകൂടെ ജനങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം PR വർക്കിൻ്റെ മാത്രം ഒരു നടപടിയിൽ പരസ്യം കൊടുത്ത് ഇങ്ങനെ പോകുന്നു. അത് നമ്മുടെ ഇപ്പോഴത്തെ സബ്ജക്റ്റ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ആരോഗ്യരംഗം എന്താണെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ദന്തൽ കോളേജിന് മുമ്പിലാണ്. അപ്പോൾ ദന്തൽ കോളേജ് സർക്കാർ മേഖലയിൽ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. മെഡിക്കൽ കോളേജുകൾ ഉണ്ടെങ്കിലും ദന്തൽ കോളേജുകൾ സർക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും പഴക്കമുള്ള ഒരു ദന്തൽ കോളേജാണ്. പക്ഷേ ഈ ദന്തൽ കോളേജിന് ഒത്തിരി അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്നുള്ളത് ഞാൻ 2010-15 കാലത്ത് ഇവിടെ കൗൺസിലറും ഈ ആശുപത്രി HDS മെമ്പറുമായിരുന്നു. അപ്പോൾ അന്ന് തന്നെ കൊടുത്തിരുന്ന 3 കാര്യങ്ങൾ: ഒന്ന്, ഇവിടെ കിടത്തി ചികിത്സ വേണം, അതിനു വേണ്ടിയുള്ള കെട്ടിടം നിർമ്മിച്ച് പകുതി ആയിരിക്കുകയാണ്. മറ്റൊന്ന്, ഞാൻ അന്ന് 2010-15 കാലഘട്ടത്തിൽ HDS മെമ്പർ എന്ന നിലയിൽ കമ്മിറ്റിക്കകത്ത് ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു ചായ പോലും കുടിക്കുവാനുള്ള സംവിധാനമില്ല. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരു ക്യാൻറ്റീൻ വേണം എന്നാവശ്യപ്പെട്ടു. അതോടൊപ്പം അതിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നാണ്, ഏത് ആശുപത്രിയിലായാലും ഒരു ഫാർമസി ഉണ്ടാവണം. അത് സർക്കാർ നിലയിലോ അല്ലെങ്കിൽ സർക്കാർ സൗജന്യ മരുന്ന് കൊടുക്കുന്ന ഫാർമസിയോ അല്ലെങ്കിൽ ആശുപത്രി വികസന സമിതിയുടെ കീഴിലോ ഒരെണ്ണം ഉണ്ടാവണം. ഇത് നിയമമാണ്. നമ്മളൊരു ചെറിയ ക്ലിനിക്ക് ആരംഭിച്ചാൽ തന്നെ അവിടെ ഫാർമസി തുടങ്ങണം എന്നുള്ള നിയമമാണ്, ലൈസൻസിന്. പക്ഷേ ഈ 50 വർഷം കഴിഞ്ഞ ഈ ദന്തൽ കോളേജിന് ഒരു ഫാർമസി ഇല്ല എന്നുള്ളത് ഞാൻ കൗൺസിലറായിരുന്ന സമയത്ത് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ വികസന സമിതി യോഗത്തിൽ അടിയന്തിരമായി ഈ ഫാർമസി ആരംഭിക്കണം. അതിൽ 2-3 സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട് സെലക്ട് ചെയ്ത് അതിൽ ഒരു സ്ഥലം അത് തിരഞ്ഞെടുത്തു. പക്ഷേ തുടർന്ന്
കഴിഞ്ഞ ഒരു 22/7/24 ഒരു വർഷം കഴിയുന്നപ്പോൾ 14 മാസമാവുന്നു. അന്ന് ഇവിടെ ഒരു ഫാർമസി ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട സ്ഥലം MLA ഉദ്ഘാടനം ചെയ്തതാണ്. ഉദ്ഘാടനം ചെയ്ത ആ ഒരു ദിവസം മാത്രമാണ് ഇത് തുറന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടി ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം ഒരു ഫാർമസി, അവിടെ അങ്ങനെ ഒരു ശിലാഫലകം വന്നിട്ടുണ്ട്, ആരുടെ പേരെന്നുള്ളത് ശിലാഫലകം ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം തുറന്ന ഒരു മെഡിക്കൽ സ്റ്റോറാണ്. അപ്പോൾ സർക്കാരിൻ്റെ നിബന്ധനകൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതെ, ആശുപത്രിയിൽ ഫാർമസി ഉണ്ടാവണമെന്ന് നിയമവ്യവസ്ഥയിൽ പറയുന്നു. അത് സർക്കാർ സൗജന്യ മരുന്ന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആശുപത്രി HDS നടത്തുന്ന പണം വാങ്ങി മരുന്ന് കൊടുക്കുന്നതോ രണ്ടായാലും സ്ഥാപനം. അപ്പോൾ ഇത് പണം വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാപനം ഒരു വർഷമായി ഉദ്ഘാടനം ചെയ്ത ഒരു ദിവസം തുറന്നിട്ട് ബാക്കി എല്ലാ ദിവസവും അടച്ചിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ചില ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ള ജീവനക്കാരുണ്ട്. ഈ 14 മാസവും ആ ജീവനക്കാർക്ക് വെറുതെ ശമ്പളം കൊടുക്കുന്നുണ്ട്. ശമ്പളമുണ്ട്. അതിനകത്ത് വലിയ കാര്യമുണ്ട്. ഇപ്പോൾ MLAയും കൗൺസിലറും ഉൾപ്പെടെയുള്ള അവരുടെ ഇഷ്ടക്കാരെയാണ് നിയമിക്കുന്നത്. അവരുടെ ഇഷ്ടക്കാർക്ക്, കുടുംബക്കാർക്ക് ജോലി ഇല്ലെങ്കിലും ശമ്പളം കൊടുക്കുന്ന പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട്. അത് ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുത്ത് കുറഞ്ഞ വിലയ്ക്ക് ഈ ദന്തൽ കോളേജിൽ വരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള മുതിർന്നവരെ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് ഈ സൗജന്യ നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായോ മരുന്ന് നൽകാനുള്ള ഒരു കാരുണ്യം ഇതിൻ്റെ അധികാരികളും ആരോഗ്യമന്ത്രി MLA ഉൾപ്പെടെയുള്ളവർ കാണിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുക. അതോടൊപ്പം ഞാനൊരു കാര്യം പറയാം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ തീരുമാനിച്ചു ഒരു ക്യാൻറ്റീൻ തുടങ്ങണം. പക്ഷേ ക്യാൻറ്റീൻ ആരംഭിച്ചു, ഇന്ന് വരെയും പ്രവർത്തനം നടത്തുന്നു. കാരണം അത് പാർട്ടിക്കാർക്ക് കൊടുക്കുകയാണ്. പാർട്ടിക്കാരത് നടത്തുന്നു, ലാഭമെടുക്കുന്നു, വീതിക്കുന്നു. എല്ലാം പാർട്ടിക്കാർക്ക് സ്വന്തമല്ല. ഇത് അങ്ങനെ സ്വന്തമാക്കാൻ പറ്റില്ല. ഇത് കിട്ടുന്ന മുഴുവൻ എടുക്കാൻ പറ്റില്ല. അത് മരുന്ന് കമ്പനി കൊടുക്കേണ്ടി വരും. അപ്പം ലാഭം ഏതാണെന്ന് നോക്കിയപ്പോൾ ക്യാൻറ്റീനാണ് ലാഭം. അതുകൊണ്ട് പാർട്ടിക്കാർക്ക് തന്നെ അത് കൊടുത്ത് അത് നല്ല ഗംഭീരമായി നടത്തിക്കൊണ്ട് പോകുന്നു. ടെൻഡർ പോലും മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതാണ് കുതിക്കുന്ന ആരോഗ്യരംഗത്തിൻ്റെ ഒരു നേർക്കാഴ്ച. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധതയോ കടപ്പാടോ നന്ദിയോ സ്നേഹമോ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള തെമ്മാടിത്തനങ്ങൾ അവസാനിപ്പിക്കും. അതെ, തീർച്ചയായിട്ടും. ഇത് വെറും പരമ തെമ്മാടിത്തം എന്ന നമ്മുടെ നാടൻ ഭാഷയിൽ പറയണം. കാര്യം ഉദ്ഘാടനം ചെയ്ത് ഒരു ദിവസം ഉദ്ഘാടനം നടത്തി ഒരു ഫോട്ടോ എടുത്ത് പത്രത്തിലും കൊടുത്തിട്ട് പിറ്റേന്ന് മുതൽ 14 മാസം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു അവസാനം വേണം. പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ഈ ആശുപത്രി അധികാരികളും മന്ത്രി ഉൾപ്പെടെ കണ്ണ് തുറന്ന് ഇത് കാണണം എന്ന് മാത്രമേ പറയൂ. മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സംവിധാനം ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അതായത് ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും 24 മണിക്കൂറിനുള്ളിൽ പരിഹാരം കണ്ടെത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിൻ പരിപാടിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, എത്രത്തോളം വിജയകരമാകുമെന്നുള്ളതാണ്? ഞാൻ ആ പരിപാടിയിൽ ബന്ധപ്പെട്ട് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റേഡിയോളജി വിഭാഗത്തിൻ്റെ മുമ്പിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അറിവുള്ള ഒരു പേഷ്യൻറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ചികിത്സയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് CT എടുത്തിട്ട് വന്നിട്ട് അത് നോക്കിയിട്ട് വേണം ഓപ്പറേഷൻ തീരുമാനിക്കാൻ. അപ്പോൾ അദ്ദേഹം വന്നിവിടെ 5500 രൂപ കൊടുത്ത് CT എടുത്തു. CT എടുത്തിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം, അതായത് 10-18 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കുമ്പോൾ റിസൾട്ട് ലഭ്യമാവുന്നില്ല. അപ്പോൾ അത് മാത്രവുമല്ല, റിസൾട്ട് ചോദിക്കാൻ വരുമ്പോൾ ആ റിസപ്ഷനിൽ ഇരിക്കുന്നവർ വളരെ മോശമായിട്ട് അവരോട് പെരുമാറുക, എന്തോ പുച്ഛഭാവത്തിൽ, അവരെന്തോ സൗജന്യത്തിന് വന്നതുപോലെ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇവിടെ റേഡിയോളജി വിഭാഗത്തിൽ പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ, റെസിഡൻറ്റ് ഡോക്ടർമാർ, PG അങ്ങനെ 10-32 ഡോക്ടർമാരുണ്ട്. പിന്നെ റേഡിയോളജിസ്റ്റ് വേറെ ഉണ്ട്, നിരവധി പേര്. അപ്പോൾ അവർ ഇത്രയും 32-40ഓളം പേരുണ്ടായിട്ടും ഒരു ദിവസം എടുക്കുന്ന CT എന്ന് പറയുന്നത് 12-15 ആണ്. ഒരു ദിവസം എടുക്കുന്ന MRI എന്ന് പറയുന്നത് 10-12 ആണ്. ഇവിടെ 24 മണിക്കൂർ പ്രവർത്തിക്കും എന്ന് മുമ്പ് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. അതിലൊന്നുമല്ല ഞാൻ പരാതി പറയുന്നത്. ഒരു CT എടുത്ത് 24 മണിക്കൂർ കഴിഞ്ഞാലെങ്കിലും ആ രോഗിക്ക് നൽകണ്ടേ? 5 ദിവസം കഴിഞ്ഞാലും കൊടുക്കുന്നില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന റിപ്പോർട്ട് അതിൽ തയ്യാറാക്കിയിട്ടിട്ടുണ്ട്. അതിലൊന്ന് ഒപ്പിട്ട് കൊടുക്കാൻ ഇവിടുത്തെ ഡോക്ടർമാരില്ല എന്നുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാൻ മുഖ്യമന്ത്രി ജനങ്ങൾക്കൊപ്പം എന്നുള്ള പരിപാടിയിൽ ഞാൻ വിളിച്ചു, ഈ വിഷയം പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ അതിൽ റിപ്ലൈ ഉണ്ടാവുകയാണ്. ആ രോഗിക്ക് പിറ്റേ ദിവസം ഈ ഫോണിൻ പരിപാടിയിൽ പങ്കെടുത്തതിന് 10 മിനിറ്റിനുള്ളിൽ അവർക്ക് വിളിച്ച്
റിസൾട്ട് കൊടുക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ ആ ഓഫീസിൽ നിന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിലേക്കും സൂപ്രണ്ട് ഓഫീസിലേക്കും അടിയന്തരമായി അവർ ബന്ധപ്പെട്ടു എന്നുള്ളത് സന്തോഷം നൽകുന്നത്. ഞാൻ ഈ ഗവൺമെൻറ്റിനെതിരെ നിശിതമായി വിമർശനം നടത്തുന്ന ഒരാളാണ്. മുഖ്യമന്ത്രി നടത്തുന്ന പ്രവർത്തനമായാലും ഗവൺമെൻറ് നടത്തുന്ന പ്രവർത്തനം തെറ്റിന് തെറ്റെന്ന് തന്നെ പറയും. പക്ഷേ ഈ പരിപാടിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാര്യം ഞാൻ അതിൽ ബന്ധപ്പെട്ട് ഒരു പരാതി ഉന്നയിച്ചപ്പോൾ ആ പരാതിയിന്മേൽ 4 പ്രാവശ്യം എന്നെ വിളിച്ചു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തെ കാണുന്നു. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ ആ ഒരു ഫോൺ കോളിലൂടെ തയ്യാറായി എന്നുള്ള ഒരു സംവിധാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ കൂടി വിളിച്ചു. റിസൾട്ട് ഇന്നലെ 2 ദിവസം മുമ്പ് അവർക്ക് കിട്ടി. പക്ഷേ ഇന്നലെയും വിളിച്ചു, ഇന്ന് രാവിലെയും അവർ വിളിച്ചിട്ട് ചോദിച്ചു എന്നുള്ളത് വളരെ നല്ലതാണ്. നല്ലതിനെ നല്ലതെന്ന് പറയുവാൻ. പക്ഷേ അത് ഒരാളിന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിക്കാം, ഓരോരുത്തർക്കും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെയുള്ള സംവിധാനത്തെ സൂപ്രണ്ടിൻ്റെയും പ്രിൻസിപ്പാളിൻ്റെയും നേതൃത്വത്തിൽ അടിയന്തിരമായി റേഡിയോളജി വിഭാഗത്തിൻ്റെ മീറ്റിംഗ് വിളിച്ചിട്ട് അവരെത്ര ഡോക്ടർമാർ, എത്ര പേഷ്യൻറ്റിന് എത്ര റിസൾട്ടുകൾ അവർ ഒപ്പിടുന്നു എന്നുള്ളതിനെ പരിശോധിക്കണം. ഒരു പേഷ്യൻ്റ് MRI CTO ചെയ്താൽ വെളിയിൽ പുറത്താണെങ്കിൽ നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് കിട്ടും. ഇവിടെ അത് 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിഞ്ഞാലും കുഴപ്പമില്ല. റിപ്പോർട്ട് അന്നേ ദിവസം കിട്ടണം, അല്ലെങ്കിൽ പിറ്റന്ന് കിട്ടണം. 24 മണിക്കൂറിനകം കിട്ടുന്ന സംവിധാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ തുടർന്നും ഇത്തരത്തിലുള്ള ഈ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധവും രംഗത്ത് വരും. ഇപ്പം നിലവിൽ നിരവധി പേർക്ക്, എൻ്റെ അറിവിൽ ഒരാൾ ഒരു സ്കാൻ എടുത്തോ 20 ദിവസം കഴിഞ്ഞാണ് അവർക്ക് റിസൾട്ട് കിട്ടും. അതും ആ പേഷ്യൻ്റ് എന്നോട് വന്ന് സംസാരിക്കും, ഞാൻ ബന്ധപ്പെട്ട അധികാരികൾ സംസാരിച്ചതിന് ശേഷം 20 ദിവസം കഴിഞ്ഞും കിട്ടും. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഒരാൾ എന്ത് ചികിത്സ വേണം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് വിവിധ ടെസ്റ്റുകൾ നടത്തുന്നത്. അത് സ്കാനിങ് ആയാലും മറ്റ് ലബോറട്ടറി ടെസ്റ്റ് ആയാലും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ രോഗികൾക്ക് അവരുടെ റിസൾട്ട് ലഭ്യമാക്കുന്ന നടപടി ഉണ്ടാകണം. ഇതിൽ നിരന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകും. ഈ റേഡിയോളജി വിഭാഗത്തിലെ 42 ഡോക്ടർമാർ, PG റെസിഡൻറ്റ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ എന്തൊക്കെ പ്രവർത്തനം നടത്തുന്ന പ്രിൻസിപ്പാളിൻ്റെ നേതൃത്വത്തിൽ ഒരു വിശകലനം കൊണ്ടാണ്. പ്രിൻസിപ്പാളിനെയും ഞാൻ വിളിച്ചു സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പോസിറ്റീവായിട്ടാണ് ഇതിൽ ഇടപെടുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിരന്തരം കോൾ വരുന്നു എന്നുള്ളതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നല്ലതിനെ നല്ലതെന്ന് പറയാം. അതിനകത്ത് രാഷ്ട്രീയമില്ല. ഇത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ അത് നടക്കുന്നത്. ഒരു ടെസ്റ്റ് നടത്തി അന്ന് തന്നെ റിസൾട്ട് കിട്ടുമെങ്കിൽ അത് ആ റിസൾട്ട് നമുക്ക് കുടുങ്ങി തിന്നാൻ എന്തായാലും പറ്റില്ല. ഇത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചിട്ട് അവർക്ക് അടിയന്തര ചികിത്സ നൽകേണ്ടത്. ഒരു രോഗി മരിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കി അടിയന്തരമായി പ്രവർത്തിച്ചതിന് ഞാൻ പ്രത്യേകം ഈ സംവിധാനത്തോട് നന്ദി പറയുകയാണ്. ആരോഗ്യമന്ത്രി പറഞ്ഞ സിസ്റ്റം തകരാറാണെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞ സിസ്റ്റം ശരിയായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.